ഈ 2026 നിയമസഭാ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഹോം വോട്ടിങ്ങിന് വേണ്ടി പോളിംഗ് ഓഫീസർമാരെയും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാരെയും നിയമിച്ചിരിക്കുകയാണ്. എന്താണ് ഹോം വോട്ടിംഗ് എന്നും ആ ഹോം വോട്ടിങ്ങിൻ്റെ പ്രൊസീജിയർ എന്തൊക്കെയാണ് എന്ന് നമുക്കൊന്ന് മനസ്സിലാക്കാം. AVSC, AVPD എന്നീ വിഭാഗങ്ങളിൽപ്പെട്ട വോട്ടർമാർ, അതായത് 85 വയസ്സിന് മുകളിലുള്ള വോട്ടർ പട്ടികയിൽ രേഖപ്പെടുത്തിയിട്ടുള്ള സീനിയർ സിറ്റിസൺസ്, അവർ AVSC എന്നും വോട്ടർ പട്ടികയിൽ ഫിസിക്കലി ഡിസബിലിറ്റി ഉള്ള PWD എന്ന് രേഖപ്പെടുത്തിയിട്ടുള്ള, അതായത് AVPD എന്നീ 2 വിഭാഗങ്ങളുമാണ് ആബ്സെൻറ്റീസ് വോട്ടേഴ്സ് എന്ന് പറഞ്ഞ ആ വിഭാഗത്തിൽ ഉൾപ്പെടുന്നത്. അവർക്ക് വേണ്ടിയാണ് ഹോം വോട്ടിംഗ് എന്ന സംവിധാനം ഏർപ്പെടുത്തിയിട്ടുള്ളത്. വോട്ടർ പട്ടികയിൽ ഇങ്ങനെ വയസ്സ് രേഖപ്പെടുത്തിയിട്ടുള്ള PWD എന്ന് രേഖപ്പെടുത്തിയിട്ടുള്ളവർക്ക് മാത്രമാണ് ഈ ഫെസിലിറ്റി ലഭിക്കുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള വോട്ടർമാരുടെ വീടുകളിൽ ബൂത്ത് ലെവൽ ഓഫീസർ മുഖാന്തരം ടോൾ ഡി അപേക്ഷകൾ നൽകുകയും പോസ്റ്റൽ ബാലറ്റിനുള്ള, ഹോം വോട്ടിങ്ങിനുള്ള ടോൾ ഡി അപേക്ഷകൾ ഒപ്പിട്ട് നൽകുകയും ചെയ്തിട്ടുള്ള അപേക്ഷകരായിട്ടുള്ള വോട്ടർമാരുടെ ഭവനങ്ങളിലേക്കാണ് ഈ ഹോം വോട്ടിങ്ങിന് വേണ്ടിയുള്ള പോളിംഗ് ഉദ്യോഗസ്ഥന്മാർ കടന്നു വരുന്നത്. അപ്പോൾ ആ കടന്നു വരുന്ന പോളിംഗ് ഉദ്യോഗസ്ഥന്മാരെ സംബന്ധിച്ചിടത്തോളം അതാത് റിട്ടേണിംഗ് ഓഫീസർ ബന്ധപ്പെട്ട പോളിംഗ് സ്റ്റേഷന്റെ പരിധിയിലുള്ള ഈ ടോൾ ഡി അപേക്ഷകൾ സമർപ്പിച്ചിട്ടുള്ള AVSC, AVPD വിഭാഗങ്ങളിൽപ്പെട്ടിട്ടുള്ളവരുടെ ഒരു ലിസ്റ്റ് അനക്ഷോ 12 ഫോമിൽ ഒരു ലിസ്റ്റ് നൽകുകയും ഒരു ദിവസം ഇത്ര വോട്ടർമാരുടെ വീടുകളിൽ ചെല്ലണമെന്നുള്ള ആ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ ബൂത്ത് ലെവൽ ഓഫീസർമാർ ബന്ധപ്പെട്ട വോട്ടർമാരെ ഏകദേശ സമയവും തീയതിയും അറിയിച്ചുകൊണ്ട് ഈ ഹോം വോട്ടിങ്ങിലുള്ള പോളിംഗ് ടീം വീടുകളിലേക്ക് കടന്നു ചെല്ലുന്നു. ഇപ്പോൾ അതിലൊരു പ്രിസൈഡിംഗ് ഓഫീസർ, ഒരു പോളിംഗ് ഓഫീസർ, ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ, ഒരു വീഡിയോഗ്രാഫർ, ബൂത്ത് ലെവൽ ഓഫീസർ, ഒരു മൈക്രോ ഒബ്സർവർ എന്നിവർ ഈ ടീമിലുണ്ടാകും. അതായത് ഏകദേശം 6 പേരോളം അടങ്ങുന്ന ആ ടീം നേരത്തെ തന്നെ സ്ഥാനാർത്ഥിയുടെ ഏജന്റന്മാരെ അറിയിച്ചുകൊണ്ടാണ് അവർ വീടുകളിലേക്ക് കടന്നു ചെല്ലുന്നത്. അങ്ങനെ ഒരു വോട്ടറുടെ വീട്ടിലേക്ക് ഈ അനക്ഷോ 12 രേഖപ്പെടുത്തിയിട്ടുള്ള ആ ലിസ്റ്റിലുള്ള വോട്ടറുടെ വീട്ടിലേക്ക് കടന്നു ചെല്ലുന്ന ഉദ്യോഗസ്ഥന്മാർ ഹോം വോട്ടിങ്ങിനെ കുറിച്ചും എങ്ങനെയാണ് ഈ വ്യക്തി വോട്ട് ചെയ്യേണ്ടതിനെ, പോസ്റ്റൽ ബാലറ്റിൽ വോട്ട് ചെയ്യേണ്ടതിൻ്റെ നടപടിക്രമങ്ങൾ വിശദീകരിച്ചു കൊടുക്കുകയും ചെയ്യണം. അതോടൊപ്പം തന്നെ ഈ വോട്ടറുടെ, ഈ ലിസ്റ്റിൽ രേഖപ്പെടുത്തിയിട്ടുള്ള വോട്ടറുടെ പേരും എപ്പിക് നമ്പരും ഒക്കെ രേഖപ്പെടുത്തിയിട്ടുള്ള അനക്ഷോ 10 എന്ന് പറഞ്ഞ ഫോമിൽ ഈ വോട്ടറുടെ ഒപ്പോ തമ്പ് ഇംപ്രഷനോ രേഖപ്പെടുത്തുകയും ഈ വോട്ടർ തൻ്റെ ഐഡന്റിറ്റി ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടി പോളിംഗ് ഉദ്യോഗസ്ഥർ മുമ്പാകെ നൽകുന്ന ID കാർഡിൻ്റെ ആ ചുരുക്ക പേരും ഈ 10 ഫോമിൽ രജിസ്റ്ററിൽ രേഖപ്പെടുത്തി അദ്ദേഹത്തെ വോട്ട് ചെയ്യാൻ അനുവദിക്കുന്നു. അതിനുവേണ്ടി പോസ്റ്റൽ ബാലറ്റ് അദ്ദേഹത്തിന് നൽകുകയും ആ പോസ്റ്റൽ ബാലറ്റിൽ നിഷ്പക്ഷമായും സ്വതന്ത്രമായും വോട്ട് ചെയ്യുന്നതിന് അനുയോജ്യമായ രീതിയിൽ ഒരു വോട്ടിംഗ് കമ്പാർട്ട്മെന്റ് ആ വീട്ടിൽ, ആ മുറിയിൽ അദ്ദേഹത്തിന് ടെമ്പററിയായി ഒരുക്കി കൊടുത്തുകൊണ്ട് ആ പോസ്റ്റൽ ബാലറ്റിൽ ടിക്കോ
ക്രോസ് മാർക്കോ ചെയ്തുകൊണ്ട് വോട്ട് രേഖപ്പെടുത്തുന്നതിനുള്ള ആ പോസ്റ്റൽ ബാലറ്റും പേനയും അദ്ദേഹത്തിന് നൽകുന്നു. ഇവിടെ ശ്രദ്ധിക്കാനുള്ളത്, തെരഞ്ഞെടുപ്പിന്റെ രഹസ്യ സ്വഭാവം പാലിക്കുന്നതിന് വേണ്ടി എല്ലാവിധ ആ ഒരുക്കങ്ങളും അദ്ദേഹത്തിന് ചെയ്തു കൊടുത്തിരിക്കണം. പോകുന്ന ഉദ്യോഗസ്ഥന്മാരോ പോലീസ് ഉദ്യോഗസ്ഥരോ ബൂത്ത് ലെവൽ ഓഫീസറോ ഏജന്റോ ആരും തന്നെ അദ്ദേഹം വോട്ട് ചെയ്യുന്നത് കാണാൻ പാടില്ല. അതാണ് അദ്ദേഹത്തിന് സ്വതന്ത്രമായും നിഷ്പക്ഷമായും വോട്ട് ചെയ്യുന്നതിനുള്ള അന്തരീക്ഷം അവിടെ ഒരുക്കി കൊടുത്തിരിക്കണം. അങ്ങനെ വോട്ട് ചെയ്യുന്ന ആ ബാലറ്റ് പേപ്പർ, പോസ്റ്റൽ ബാലറ്റ് പേപ്പർ മടക്കി പോളിംഗ് ഉദ്യോഗസ്ഥനെ ഏൽപ്പിക്കുന്നു. അതിനു മുൻപ് തന്നെ ഈ വോട്ടർ ഒരു ഡിക്ലറേഷൻ, ഈ വോട്ടർ 13A എന്ന് പറഞ്ഞ ഒരു ഡിക്ലറേഷൻ ഒപ്പിട്ട് അത് പോളിംഗ് ഓഫീസർക്ക് നൽകുകയും ആ ഡിക്ലറേഷനിൽ ആ വോട്ടറുടെ ഒപ്പ് പോളിംഗ് ഓഫീസർ അറ്റസ്റ്റ് ചെയ്ത് അദ്ദേഹത്തിൻ്റെ പേര് രേഖപ്പെടുത്തി, പോളിംഗ് ഓഫീസർ എന്നുള്ള ഡെസിഗ്നേഷൻ രേഖപ്പെടുത്തി ആ ഡിക്ലറേഷൻ നൽകേണ്ടതുണ്ട്. അങ്ങനെ വോട്ട് രേഖപ്പെടുത്തിയ ആ പോസ്റ്റൽ ബാലറ്റ് 13B എന്ന് പറഞ്ഞ ചെറിയ കവറിലിട്ട് ഒട്ടിച്ചിട്ടായിരിക്കണം കൊടുക്കേണ്ടത്. അതുപോലെ തന്നെ പോസ്റ്റൽ ബാലറ്റിന്റെ കൗണ്ടർ ഫോയിലിൽ ഈ വോട്ടറുടെ പോളിംഗ് സ്റ്റേഷൻ നമ്പരും ക്രമ നമ്പരും രേഖപ്പെടുത്തിയിരിക്കണം. ഈ പോസ്റ്റൽ ബാലറ്റ്, വോട്ട് ചെയ്ത പോസ്റ്റൽ ബാലറ്റ് 13B എന്ന കവറിൽ ഇട്ട് ഒട്ടിച്ച് ആ കവറും 13A ഡിക്ലറേഷനും കൂടി 13C എന്ന് പറഞ്ഞ വലിയ വെളുത്ത കവറിലിട്ട് ഒട്ടിക്കേണ്ടതുണ്ട്. ആ വെളുത്ത 13C എന്ന് പറഞ്ഞ കവറിന്റെ പുറത്ത് വോട്ടറുടെ ഒപ്പ് രേഖപ്പെടുത്തേണ്ടതും ഉണ്ട്. ഇത്രയും അടങ്ങിയ ഈ വലിയ 13C എന്ന് പറഞ്ഞ വെളുത്ത കവർ മെറ്റൽ ബോക്സിൽ, സീൽ ചെയ്ത മെറ്റൽ ബോക്സിൽ ഇടുകയും അത് വൈകുന്നേരം തിരികെ ഡെസിഗ്നേറ്റഡ് AROയെ ഏൽപ്പിക്കുകയും ചെയ്യേണ്ടതുണ്ട്. 13A ഡിക്ലറേഷനിലും 13B ചെറിയ കവറിന്റെ പുറത്തും ബാലറ്റ് പേപ്പറിന്റെ, പോസ്റ്റൽ ബാലറ്റ് പേപ്പറിന്റെ സീരിയൽ നമ്പർ ആ പറഞ്ഞിട്ടുള്ള സ്പേസിൽ രേഖപ്പെടുത്തുകയും ചെയ്യേണ്ടതുണ്ട്. പോളിംഗ് ഉദ്യോഗസ്ഥന്മാർ വീടിനുള്ളിൽ പ്രവേശിച്ച് ആ വോട്ടറുമായി സംസാരിച്ച് വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത് വരെയുള്ള രംഗങ്ങൾ വീഡിയോ റെക്കോർഡിംഗ് ചെയ്യേണ്ടതുണ്ട്. അതേസമയം ആ വ്യക്തി വോട്ട് ചെയ്യുന്ന രംഗങ്ങളുടെ ഫോട്ടോയോ വീഡിയോയോ എടുക്കാനും പാടുള്ളതല്ല. വോട്ടറെ തിരിച്ചറിഞ്ഞതിന് ശേഷം മാത്രമേ അനക്ഷർ 10 ഫോം അല്ലെങ്കിൽ രജിസ്റ്ററിൽ അദ്ദേഹത്തിൻ്റെ ഒപ്പും അല്ലെങ്കിൽ തമ്പ് ഇംപ്രഷനും വാങ്ങിയതിന് ശേഷം മാത്രമാണ് പോസ്റ്റൽ ബാലറ്റ് അദ്ദേഹത്തിന് ഇഷ്യൂ ചെയ്യാൻ പാടുള്ളൂ. അതുപോലെ തന്നെ ഈ വോട്ടർക്ക് സ്വന്തമായിട്ട് വോട്ട് ചെയ്യാൻ കഴിയാത്ത വണ്ണം അദ്ദേഹം അന്ധനോ ശാരീരികമായി അവശതയുള്ളയാളോ ആണ് എങ്കിൽ അദ്ദേഹത്തിന് ഒരു സഹായിയെ, കമ്പാനിയനെ അനുവദിക്കാവുന്നതാണ്. എന്നാൽ ആ കമ്പാനിയൻ അദ്ദേഹത്തിന് മാത്രമേ കമ്പാനിയനായി നിലകൊള്ളുവാൻ കഴിയൂ എന്നുള്ളതും കമ്പാനിയൻ സമർപ്പിക്കേണ്ട ഡിക്ലറേഷൻ കമ്പാനിയൻ ഒപ്പിട്ട് സമർപ്പിക്കേണ്ടതുണ്ട്. അങ്ങനെ ആ കമ്പാനിയന്മാരുടെ ഒരു ലിസ്റ്റ് രേഖപ്പെടുത്തുന്നതിന് വേണ്ടി 14A എന്ന് പറഞ്ഞ ഫോമും നൽകിയിട്ടുണ്ടാകും. 13A ഡിക്ലറേഷനും
പോളിംഗ് ഓഫീസറുടെ ഒപ്പും പോൾ ഓഫീസർ എന്നുള്ള ഡെസിഗ്നേഷനും പോളിംഗ് ഓഫീസറുടെ പേരും രേഖപ്പെടുത്തേണ്ടതുണ്ട്. ഇത്തരത്തിൽ മെറ്റൽ ബോക്സിൽ തിരികെ കൊണ്ടുവരുന്ന പോസ്റ്റൽ ബാലറ്റുകൾ അടങ്ങിയ വലിയ 13C കവറുകൾ മെറ്റൽ ബോക്സിൽ നിന്നും പുറത്തെടുത്ത് മെറ്റൽ ബോക്സുകൾ കാലിയാണ് എന്ന് ഏജന്റന്മാരെ ബോധ്യപ്പെടുത്തി വലിയ ഒരു കവറിലിട്ട് ഒരു ക്യാരി ബാഗിൽ, പ്രത്യേകം സജ്ജമാക്കിയ ക്യാരി ബാഗിലിട്ട് അത് വലിയ പെട്ടിയിൽ വെച്ച് ആ ക്യാരി ബാഗിൽ പോളിംഗ് സ്റ്റേഷൻ്റെയും LACയുടെയും നമ്പരും പേരുകൾ രേഖപ്പെടുത്തി വലിയ മെറ്റൽ ബോക്സിൽ വെച്ച് സ്ട്രോങ് റൂമിൽ സൂക്ഷിക്കേണ്ടതാണ് എല്ലാ ദിവസവും.